ഇനിയിപ്പോൾ 2045 എനിക്ക് എൻ്റെ പ്രവാസ ജീവിതമൊക്കെ അവസാനിച്ച് നാട്ടിലേക്ക് പോകാനാണ് പ്ലാനെങ്കിൽ നിങ്ങൾ SIP ആയിട്ട് മ്യൂച്വൽ ഫണ്ടിലാണ് നിക്ഷേപിച്ചെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഏകദേശം 4,48,00,000 രൂപയോളം ഉണ്ടാകും. 2025 എന്ന പുതുവർഷത്തെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് നമ്മൾ. പുതിയ പ്രതീക്ഷകളും പുതിയ പ്രതിജ്ഞകളുമൊക്കെ എടുക്കാൻ സർവ്വസന്നദ്ധനായി നിൽക്കുന്നു. എന്നാൽ പ്രതിജ്ഞ എടുക്കുമ്പോൾ ഈ വർഷം മറ്റൊരു പ്രതിജ്ഞ കൂടി എടുക്കണം. ഈ വർഷം മുതൽ ഞാൻ 10 രൂപ എൻ്റെ പേരിൽ മാറ്റിവെക്കും, പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കും, ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ആരംഭിക്കും എന്നുള്ള പ്രതിജ്ഞ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ 2024 ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതിലേക്ക് ഞാൻ എല്ലാ മാസവും 25,000 രൂപ എനിക്ക് കിട്ടുന്ന സമ്പാദ്യം മാറ്റിവെക്കുന്നു എന്ന് വിചാരിക്കുക. അത് സേവിങ് അക്കൗണ്ടിൽ ഞാൻ സൂക്ഷിക്കുകയാണെങ്കിൽ 2040 എത്തുമ്പോൾ എൻ്റെ 25,000 രൂപ വളർന്ന് അത് 60 ലക്ഷം രൂപ ആയിട്ടുണ്ടാവും. അതായത് ഞാൻ എല്ലാ മാസവും 25,000 രൂപ 2024 മുതൽ മാറ്റിവെച്ചാൽ 2024 മുതൽ ഞാനത് RD ആയിട്ടോ FD ആയിട്ടോ ആണ് നിക്ഷേപിച്ചിരുന്നെങ്കിൽ ആ തുക വളർന്ന് 88 ലക്ഷം രൂപയോളം ആകും. ഇനിയിപ്പോൾ ഞാനത് SIP ആയിട്ട് ഓരോ മാസവും ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ 2040 എത്തുമ്പോൾ ഏകദേശം 2 കോടി രൂപയ്ക്ക് മുകളിലുണ്ടാവും. ഇനിയിപ്പോൾ 2045 എനിക്ക് എൻ്റെ പ്രവാസ ജീവിതമൊക്കെ അവസാനിച്ച് നാട്ടിലേക്ക് പോകാനാണ് പ്ലാനെങ്കിൽ നിങ്ങൾ SIP ആയിട്ട് മ്യൂച്വൽ ഫണ്ടിലാണ് നിക്ഷേപിച്ചെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഏകദേശം 4,48,00,000 രൂപയോളം ഉണ്ടാകും. ഇനിയിപ്പോൾ നിങ്ങൾ RD ആയിട്ടാണ് നിക്ഷേപിച്ചെങ്കിൽ അത് ഏകദേശം 1,40,00,000 രൂപയാകും. ഇനിയും നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ നിങ്ങളുടെ ക്യാഷ് സേവിങ് അക്കൗണ്ടിൽ മാത്രമാണ് നിക്ഷേപിച്ചെങ്കിൽ അത് ഏകദേശം 84 ലക്ഷം രൂപയുമായിട്ടുണ്ടാകും. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എത്ര രൂപ നിങ്ങൾക്ക് ഓരോ മാസവും മാറ്റിവെക്കാൻ കഴിയുന്നു ആ തുക മാറ്റിവെക്കുക, അത് ഇൻവെസ്റ്റ് ചെയ്യുക. മ്യൂച്വൽ ഫണ്ട് പോലെ SIP പോലെയുള്ള ചെറിയ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 2024 നിങ്ങളൊരു പുതിയ പ്രതിജ്ഞ എടുത്ത് തുടങ്ങിയാൽ പോലും 2040 ആകുമ്പോൾ വലിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാത്തവർക്ക് ഈ വർഷം മുതലെങ്കിലും ഇങ്ങനെയുള്ള പുതിയ തോട്ട് മൈൻഡിലെത്തട്ടെ. പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലെത്തുമ്പോൾ ആരുടെയും കയ്യും കാലും പിടിക്കാതെ സുഖമായി സന്തോഷമായി ജീവിക്കാൻ അവസരമുണ്ടാകട്ടെ. താങ്ക് യു.